എല്ലാ കൂട്ടുകാർക്കും ജാസ്മി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തുടക്കക്കാർക്ക് പോലും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ ഒട്ടും എഗ്ഗിൻ്റെ സ്മെല്ലില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കറി സ്റ്റൈലിലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബേക്കറി സ്റ്റൈലിലും കൂടിയാണ് ഞാനത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓവനില്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ട് ഒന്ന് മൈദൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ 1 കിലോൻ്റെ അളവിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, അത് കറക്റ്റ് മെഷർ ചെയ്തിട്ട് എടുക്കണം. തുടക്കക്കാരൊക്കെ ആകുമ്പോൾ കറക്റ്റിന് തന്നെ ചെയ്യണം കേട്ടോ. പിന്നീട് നമുക്ക് പ്രാക്ടീസ് ആകുമ്പോൾ റെഡി ആക്കിയുള്ളൂ. പിന്നെ അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കണം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ പാൽപ്പൊടി ചേർക്കുമ്പോൾ കേക്കിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് 2 ബൗൾ എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആയിരുന്നു ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബൗൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഒന്നും പാടില്ല. വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടും. അപ്പോൾ ഞാൻ എഗ് യോക്കും എഗ് വൈറ്റും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോൻ്റെ മെഷർമെൻറ്റ് അളവിനാണ് ഞാനിപ്പോൾ ഒരു 4 എഗ്ഗ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് വൈറ്റ് വേണം ആദ്യം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നല്ല പോലെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ ബ്ലേഡിൽ പോലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ സ്റ്റിഫായി കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അത് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, കുറച്ചായിട്ടിട്ട് ബീറ്റ് ചെയ്യണം. ഇനി ഇത് മൊത്തം നമ്മൾ പഞ്ചസാര പൊടിച്ചതിലേക്ക് ഇടുന്നില്ല. ഒരു 2 ടേബിൾ സ്പൂണ് നമ്മളിത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമ്മൾ എഗ് യോക്കിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് പരുവം കാണിച്ചു തരാം. ഇതാ ബൗൾ എടുത്തിട്ട് കമഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ എഗ് വൈറ്റ് അതേപോലെ തന്നെ സ്റ്റിഫായിട്ടുണ്ടാവും. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ എഗ് യോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ അത് കറക്റ്റായിട്ട് വാനില എസൻസ് ചേർക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മണം തീരെ നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താൽ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ പഞ്ചസാര പൊടിച്ചുകൊണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്തതിന് ശേഷം എഗ് യോക്കിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ ബേക്കറി സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മിൽക്ക് എസൻസും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ബട്ടർ എസൻസ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോഴാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന കറക്റ്റ് ആ ഫ്ലേവർ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടുന്നത്. എസൻസൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ചെറിയ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി വേണം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പാൽ ജസ്റ്റ് ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ എപ്പോഴും പാലും ബട്ടറൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ റെഡിയായി വരില്ല നമ്മുടെ കേക്ക്. പാലൊഴിച്ച് നമ്മൾ 1 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് നേരം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഈ ലംസൊന്നും ഇല്ലാത്ത രീതിയിലാവുന്ന വരെ മാത്രം മതി, ഇല്ലെങ്കിൽ നമ്മളെ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ് വൈറ്റ് എടുത്ത് ഇതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ് വൈറ്റ് ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നേരിട്ട് അതിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് കുറേ നേരം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എഗ് വൈറ്റിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട. അതിന് ശേഷം നമ്മൾ എഗ് വൈറ്റിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി തന്നെ നമുക്ക് കിട്ടും. ഓവർ ബീറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് മുകൾ ഭാഗം വിണ്ടുപോകും. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ തയ്യാറാക്കുന്ന നേരം തന്നെ ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതൊരു 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുക. ബാറ്റർ വെക്കുന്നതിന് മുൻപായിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്റ്റീൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 40-45 മിനിറ്റ് വരെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നടുഭാഗത്ത് തന്നെ നമുക്കിതൊന്ന് ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടില്ല എങ്കിൽ ഈ സ്ക്യൂറുമ്മിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നല്ല പോലെ ഇത് ഇവിടെ റെഡി ആയി വന്നിട്ട് ഇനി നമുക്കിത് നമ്മുടെ ബേക്കിംഗ് ട്രേ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്ക് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ബേക്കിംഗ് ട്രേയിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ നിന്ന് നമ്മുടെ കേക്ക് വിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ചില ഭാഗങ്ങളിൽ വിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് എടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റായി തന്നെ നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചിയാണ്, നല്ല പെർഫെക്റ്റാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കേക്ക് ഫ്ലോപ്പായി പോവില്ല. നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബൗളും അതുപോലെ തന്നെ ബ്ലേഡും ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബൗളൊക്കെ ഫ്രീസറിൽ വെക്കാൻ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിയെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്ക് ഈ ബൗൾ ഇറക്കി വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. റിച്ച് ഗോൾഡിൻ്റെ ക്രീം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് ഷുഗർ പൗഡർ ഒന്നും ചേർക്കുന്നില്ല. ഇതൊരു 4-5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് സ്റ്റിഫായി കിട്ടും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ക്രീം സൂക്ഷിക്കേണ്ടത് ഫ്രീസറിലാണ്. എന്നിട്ട് ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്നതിന് മുൻപ് ഒരു 3-4 മണിക്കൂർ മുൻപ് തന്നെ നമ്മളത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനെപ്പോഴും തലേദിവസം തന്നെ അതെടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കും. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് എടുത്തിട്ട് ഒരു 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തുടക്കക്കാരൊക്കെ ഇതേ മെത്തേഡിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പാല് ചേർത്തിട്ടുണ്ട്, കോൺഫ്ലോർ, പാൽപ്പൊടി, ഇതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്ന സംഭവങ്ങളാണ്. പക്ഷെ എന്നാലും നമ്മളിതൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് കേക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്വാദോട് കൂടിയിട്ട് ചെയ്യാനാണല്ലോ നമ്മൾ എപ്പോഴും നോക്കുക. അപ്പോൾ ഇതേ മെത്തേഡിൽ ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു കേക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ക്രീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബേസിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളവും ഒരു 3/4 കപ്പ് പഞ്ചസാരയും ഒരു ചെറിയ പീസ് കറുകപ്പട്ടയും ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്രീം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത ഷുഗർ സിറപ്പ് വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ചെയ്യുമ്പോൾ ചെറി സിറപ്പാണ് റെഡിയാക്കി എടുക്കാറുള്ളത്.
ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ അടിഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നമുക്ക് മുകൾ ഭാഗം ലെവലായി കിട്ടും ഇങ്ങനെ ചെയ്താൽ. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് 1-2 സ്പൂൺ വെച്ചിട്ട് നിർത്തി കളയരുത്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കണം, എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി എല്ലാ ഭാഗത്തേക്കും അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഒരുപാട് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീം മാറ്റിയിട്ട് അതിലേക്ക് 2-3 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിന് മുകളിൽ സ്മൈലി വരയ്ക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അതിന് മുകളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിന് മുകളിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് മാത്രമായിട്ട് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റ് റൂം ടെമ്പറേച്ചർ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രം അതിൽ വെള്ളത്തിൻ്റെ അംശം പോലും പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് കൂടുതൽ കട്ടായി പോകും. എനിക്കങ്ങനെ 2-3 പ്രാവശ്യം അബദ്ധം പറ്റിയത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി അതെല്ലാം നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, തണുത്തതായി കഴിഞ്ഞാലും പ്രശ്നമില്ല. അപ്പോൾ ചോക്ലേറ്റ് മാത്രമായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. തുടക്കക്കാർക്ക് നല്ല പെർഫെക്റ്റ് ആയി തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.